ഭാഗ്യദേവതയെ മാത്രയിലെത്തിച്ച രാജൻ പിള്ളയും വെള്ളിയാഴ്ച താരമായി. കേരള സർക്കാരിന്റെ തിരുവോണം ബമ്പർ അടിച്ച ഭാഗ്യശാലിയെ കണ്ടെത്തും മുമ്പ് ഭാഗ്യ ടിക്കറ്റ് വിറ്റ കരവാളൂർ വിദ്യാഭവനിൽ രാജൻ പിള്ളയെ തിരയുകയായിരുന്നു ആളുകൾ. ഇദ്ദേഹത്തെ തിരക്കി പുനലൂർ ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപമുള്ള KJP & സൺസ് ലക്കി സെന്ററിൽ എത്തിയപ്പോഴേക്കും വിവരമറിഞ്ഞെത്തിയ ആളുകളാൽ നിറഞ്ഞിരുന്നു ലക്കി സെന്റർ. കടയിലെത്തിയവർക്ക് മധുര വിതരണം ചെയ്യുന്നതിന്റെ തിരക്കിലായിരുന്നു രാജൻ പിള്ള. 1.5 വർഷമായി പുനലൂരിലും പരിസര പ്രദേശങ്ങളിലും കാൽനടയായി ലോട്ടറി കച്ചവടം നടത്തുന്നയാളാണ് രാജൻ പിള്ള. KJP ലക്കി സെന്ററിൽ നിന്നുമാണ് ലോട്ടറി വാങ്ങിയിരുന്നത്. ഉച്ചയോടെയാണ് സമ്മാനമടിച്ച തിരുവോണം ബമ്പർ ടിക്കറ്റ് പുനലൂരിലാണ് വിറ്റഴിക്കപ്പെട്ടതെന്ന റിപ്പോർട്ട് വന്നത്. ഭാഗ്യം വിറ്റയാളുടെ പേരും വിവരങ്ങളും ചാനലുകളിൽ ഫ്ലാഷ് ന്യൂസ് വന്നതോടെ രാജൻ പിള്ളയെ തിരക്കി ആളുകൾ എത്താൻ ആരംഭിച്ചു. ഇടതടവില്ലാതെ രാജൻ പിള്ളയുടെ ഫോൺ ശബ്ദിക്കുവാനും തുടങ്ങി. ടിക്കറ്റ് വിറ്റത് ആർക്കെന്ന് രാജൻ പിള്ളയ്ക്ക് അറിയില്ലെങ്കിലും പുനലൂരിലും പരിസര പ്രദേശത്തുമുള്ള ആരോ ആണ് ഭാഗ്യശാലി എന്ന കാര്യത്തിൽ സംശയമില്ലായിരുന്നു. ഒടുവിലാണ് തന്റെ നിർബന്ധത്തിന് വഴങ്ങി ടിക്കറ്റ് എടുത്ത തന്റെ തന്നെ നാട്ടുകാരനായ മാത്ര അനിതാ ഭവനിൽ വിജയൻ പിള്ളയാണ് ആ ഭാഗ്യശാലി എന്ന് രാജൻ പിള്ള തിരിച്ചറിഞ്ഞത്. കൂലിപ്പണിക്കാരിയായ ലീലയാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യ. മകളുടെ വിവാഹത്തോടെ സാമ്പത്തികമായി തകർച്ചയിലായ രാജൻ പിള്ളയും കുടുംബവും ഭാഗ്യം വിറ്റ് ലഭിച്ച ഈ വലിയ നേട്ടത്തെ നിറകണ്ണുകളോടെയാണ് സ്വീകരിച്ചത്. ശിവപ്രസാദ്, വിദ്യ എന്നിവർ മക്കളാണ്. സാധാരണക്കാരനെ കോടീശ്വരനാക്കിയ രാജൻ പിള്ളയും ഇന്ന് പുനലൂരിൽ താരമാണ്. സുജിത് സുരേന്ദ്രൻ, ലൈവ് വാർത്ത, പുനലൂർ.